വാണിജ്യ സിലിണ്ടറുകളുടെ വിലവർധന താങ്ങാനാവാതെ പ്രതിസന്ധിയിലായി മട്ടന്നൂർ മേഖലയിലെ ഹോട്ടൽ ഉടമകളും. സിലിണ്ടറിന്റെ വിലവർധനവിന് ശേഷം മട്ടന്നൂരിൽ മാത്രം 10ഓളം ഹോട്ടലുകളാണ് പൂട്ടിയത്. ജിസ്നിഷ് കാക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. വാണിജ്യ സിലിണ്ടറിന് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചത് ഏകദേശം 1000ഓളം രൂപയാണ്. ഇത് പ്രധാനമായും ബാധിക്കുന്നത് ഹോട്ടൽ വ്യവസായത്തെയാണ്. നമുക്ക് മട്ടന്നൂരിലെ ഹോട്ടൽ വ്യവസായ മേഖലയിലെ പ്രധാനിയായിട്ടുള്ള റാറാബിസിലെ ഉച്ചൂക്കരോട് കാര്യങ്ങൾ ചോദിച്ചൊക്കെ എങ്ങനെയാണ് ഈ ഗ്യാസിന്റെ വിലവർധന ഇവരെ ബാധിക്കുന്നത്. ഉച്ചക്ക് നമസ്കാരം. ഉച്ചക്കയുടെ തിരക്കായി തുടങ്ങി. എങ്ങനെയുണ്ട് ഇപ്പം? ഇന്നലെ 1000 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. എന്താണ് അവസ്ഥ? നിങ്ങൾ അതായത് യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം, യുദ്ധം വന്നതിന് ശേഷം നിലവിലെ ഹോട്ടൽ മേഖല വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോട്ടൽ മേഖല എന്നല്ല, എല്ലാ മേഖലയും. ഹോട്ടൽ മേഖലയാണ് ഇത് കൂടുതൽ ബാധിച്ചത്. കാരണം നമ്മൾ പ്രൈവറ്റ് കുറ്റി ഈ യുദ്ധത്തിന് മുമ്പ് ഞങ്ങൾ 1900 രൂപയോളം വാങ്ങിച്ച കുറ്റി ഇപ്പോൾ 4385 രൂപയാണ് ഒരു കുറ്റിക്ക് ഞങ്ങൾ അധികം മൊത്തത്തിൽ കൊടുക്കുന്നത്. പിന്നെ ഇന്ത്യൻ ഭാരത് കുറ്റികൾക്ക് നിലവിൽ ഞങ്ങൾ 1700ഓളം കൊടുത്തിരുന്ന കുറ്റി ഇന്നലെ മുതൽ അത് 3300 രൂപയോളെത്തി. അതായത് ഭീമമായ തുക. ഒരു ദിവസം മാത്രം ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ മാത്രം 5ഓളം സിലിണ്ടർ വേണം. ശരാശരി 5000-ന് മുകളിലാണ് ഒരു ദിവസം പ്രൈവറ്റ് കുറ്റി കൂടാതെ ഇന്ത്യൻ പോലുള്ള കുറ്റികൾക്ക് നമ്മൾ അധികം ഈടാകുന്നത്. മാസം ശരാശരി 1.5 ലക്ഷം രൂപയോളം നമ്മൾക്ക് അധികമായി ഭാരിച്ച് ചെലവ്. നമ്മൾ കൂട്ടിയിട്ടാൽ വാടക കൊടുക്കണം. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഹോട്ടൽ മേഖല കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗം ഈ വിലവർദ്ധനയുടെ ഭാഗമായി വരുന്ന 6-ാം തീയതി സ്റ്റേറ്റ് ലെവലിൽ കടകളടച്ച് സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ വഴിയില്ല. അത് ഒരു ദിവസത്തേക്ക് ചെയ്തതിനെ കൊണ്ടോ ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുക എന്നുള്ളത് പറയാൻ പറ്റും. നമ്മൾ ഈ ഗ്യാസിന്റെ വില വർദ്ധനവ് ഈ പറഞ്ഞ പോലെ ഇനി പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായി ബാക്കിയുള്ള എല്ലാത്തിനും വില വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം ശരാശരി ഏറ്റവും മലയാളികൾക്ക് ഇഷ്ടം ഭക്ഷണം പൊറോട്ടയാണ്. ഈ പൊറോട്ട ഏകദേശം നിങ്ങൾ എത്ര രൂപ കാണ്ടി വരും ഒന്ന് ഒരാൾ കഴിക്കണമെങ്കിൽ? അതായത് മട്ടന്നൂർ സംബന്ധിച്ചിടത്തോളം 15 മുതൽ 14, 15 ആ രൂപത്തിലുള്ളത്. ശരാശരി പോകണമെങ്കിൽ ചുരുങ്ങിയത് 20 രൂപയെങ്കിലും ഒരു പൊറോട്ട വിറ്റാൽ ഒക്കും. പക്ഷേ 20 രൂപ മട്ടന്നൂർ സംബന്ധിച്ചിടത്തോളം വാങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ജനങ്ങൾക്കറിയാം ഈ അവസ്ഥയിൽ 20-ന് വിറ്റാൽ ഒക്കൂല എന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു 15 രൂപ വരെ വിറ്റാൽ ജനങ്ങൾക്കും നമുക്കും ബുദ്ധിമുട്ടാത്ത രീതിയിൽ. കാരണം ലാഭമല്ല ഉദ്ദേശിക്കുന്നത്, നഷ്ടമാണ്. പക്ഷേ ഒറ്റയടിക്ക് ഈ വില കൂട്ടുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര കുറ്റിയോളം വേണ്ടി വരും? ഞങ്ങൾക്ക് 4 സ്ഥാപനമുണ്ട് മട്ടന്നൂർ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാപനത്തിൽ ഏകദേശം 5 കുറ്റി, 5 അല്ല 6 വേണം. ശരാശരി 5 സിലിണ്ടറോളം ഒരു ദിവസം കൃത്യമായിട്ട് വേണം. നിങ്ങൾ അത് തന്നെ മനസ്സിലാക്കിയാൽ മതി. 5 കുറ്റിയിൽ ഇപ്പോഴത്തെ ഇന്നലത്തെ വർധനം മാത്രം 1000 രൂപ വെച്ചിട്ടാണ് വർദ്ധിപ്പിച്ചത്. ഈ കുറ്റി ലഭ്യമാണോ? എന്നാൽ ലഭ്യമാണെന്ന് വെച്ചാൽ സർക്കാർ തലത്തിലുള്ള സിലിണ്ടർ നമുക്ക് ആവശ്യത്തിന് കിട്ടും. പക്ഷേ 5 വേണ്ടടുത്ത് 2 or 3 കിട്ടും. അന്നേരമാണ് ഞങ്ങൾ പ്രൈവറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതിനാണെങ്കിൽ ഈ പറഞ്ഞു പോവുക 4385 രൂപയോളം ആ സിലിണ്ടറിനും കൊടുത്തിട്ടാണ് സർക്കാർ നൽകുന്നതിനെക്കാട്ടും 1000 രൂപ മറ്റതിന് കൂടുതലാണ്. 1000 അല്ല, ഏകദേശം ഇപ്പോഴത്തെ ഈ നാളത്തെ റേറ്റ് എങ്ങനെയാണെന്നല്ല, ഇതുവരെ 1000 രൂപയാണ് അധികം കൊടുത്തിരുന്നത്. സർക്കാർ ഈ വില വർധനവിന് മുമ്പ് 2000 കൊടുത്തത്. കാരണം അവരത് നാളെ വരുള്ളൂ. അന്നേരം അറിയാം അവരെത്ര കൂട്ടിയെന്നില്ല. ഇതാണ് അവസ്ഥ. തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തുന്ന അവസ്ഥയാണ്. സത്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വില വർദ്ധിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു ബോധം ഉണ്ടായിരുന്നു. 100 രൂപ മാക്സിമം 150 രൂപ ഒരു സിലിണ്ടറിന് മുകളിൽ വർധനവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ സ്ഥലത്താണ് ഒരു സിലിണ്ടറിന് 1000 രൂപ വർദ്ധിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. ഒരിക്കലും പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ തന്നെ ഗ്യാസ് ഏജൻസി വിളിക്കുമ്പോൾ സ്വപ്നം കണ്ട പോലെയാണ് തോന്നിപ്പോയത്. ശരിക്കും സ്വപ്നം. നമ്മൾ ഈ ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും ഒരു സിലിണ്ടറിന് 1000 രൂപ വർദ്ധിപ്പിക്കുന്നത് നമ്മളെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്. തീർച്ചയായും ഇവരും പറയുന്നത് പോലെ തന്നെ ഒരു ദിവസം കൊണ്ടുണ്ടായത് ഏകദേശം 1000 രൂപയുടെ വർധനമാണ്. ഇതല്ലാതെ പ്രൈവറ്റ് കുറ്റിയാണെങ്കിൽ 4000-ലധികം രൂപയുടെ വർധനമാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാവില്ല. ഇവർ പറയുന്നത് പോലെ തന്നെ ഈ വ്യവസായം താൽക്കാലികമായി കടയടച്ചിട്ടാൽ വാടക മാത്രം കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അടിയന്തരമായി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇത്തരം വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്നും മനസ്സിലാകുന്നത്. മട്ടന്നൂരിൽ നിന്ന് ക്യാമറാമാൻ അരുൺ ജനാർദ്ദനൊപ്പം ജിസ്നിഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.